നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിൽ പലരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, നേരെ പോയി ഇരിക്കുന്നു. വൈകുന്നേരം വരെ ഇരിപ്പോടെ ഇരിപ്പ്. വൈകുന്നേരം വീട്ടിൽ വന്നാൽ പിന്നെ കിടപ്പ്. നമ്മുടെ ഈ പാവം ശരീരം ഒന്ന് അനങ്ങുന്നത് എപ്പോഴാണ് അറിയാമോ? എവിടെയെങ്കിലും ഒരു കൊതുക് കടിച്ചാൽ അതിനെ അടിക്കാൻ കൈ ഉയർത്തുമ്പോൾ മാത്രം. സത്യത്തിൽ നമ്മുടെ ശരീരം ഒരു പഴയ അംബാസഡർ കാർ പോലെയാണ്. ഓടിച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് മാറ്റാനുള്ള ഏക പോംവഴിയാണ് വ്യായാമം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജിമ്മിൽ പോയി ഇരുമ്പ് പൊക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ആയുസ് കൂട്ടാനുള്ള ഒരു മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ്. എന്താണ് ഈ വ്യായാമം? ഓടണോ, ചാടണോ, അതോ തലകുത്തി നിൽക്കണോ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പേശികളെയും ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒന്ന് ഉഷാറാക്കാൻ നടത്തുന്ന ഏതൊരു ശാരീരിക അധ്വാനവും വ്യായാമമാണ്. നമ്മൾ ദിവസവും ചോറും കറിയും കഴിക്കുന്നു. എന്തിനാണ്? വിശപ്പടക്കാൻ. അതുപോലെ തന്നെയാണ് വ്യായാമവും. ഭക്ഷണത്തിലൂടെ നമ്മൾ ഊർജം അകത്തേക്കെടുക്കുമ്പോൾ വ്യായാമത്തിലൂടെ നമ്മൾ ആ ഊർജത്തെ കൃത്യമായി വിനിയോഗിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല, ഭക്ഷണത്തെ പോലെ തന്നെ ദിവസവും ചെയ്യേണ്ട ഒന്നാണ് വ്യായാമം. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നല്ലതുപോലെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്നു. ഹൃദയം പമ്പ് ചെയ്യുന്നത് വളരെ സ്മൂത്തായിരിക്കും. അതുപോലെ നമ്മുടെ വയറ് കുറയും. വയറിന് ചുറ്റും നമ്മൾ അറിയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ പതുക്കെ അലിഞ്ഞ് ഇല്ലാതാകാൻ വ്യായാമം കൊണ്ട് നമുക്ക് സഹായിക്കും. മൂന്നാമതായി, വ്യായാമം ചെയ്യുന്നതോടുകൂടി സന്തോഷം ഉണ്ടാകുന്നു. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ എന്നൊരു സാധനം ഉണ്ടാകും. അതിനെ ഹാപ്പി ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. വെറുതെയല്ല വ്യായാമം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദോഷങ്ങൾ വരുന്നത് എപ്പോഴാണ് എന്ന് അറിയാമോ? പണ്ട് സ്കൂളിൽ ഓടിയതിനു ശേഷം 10 കൊല്ലം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി 10 കിലോമീറ്റർ ഓടിയാൽ പിറ്റേന്ന് എഴുന്നേൽക്കാൻ വലിയ പ്രയാസമായിരിക്കും. അമിതമായാൽ ശരീരവേദനയും പരിക്കും ഉണ്ടാകാം. അതുപോലെ വ്യായാമം പതിയെ ചെയ്യേണ്ട ഒന്നാണ്. പലരും ചോദിക്കാറുണ്ട്, ഈ രാവിലെ എഴുന്നേറ്റുള്ള നടത്തം കൊണ്ട് വലിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന്. സംശയിക്കേണ്ട, നടത്തം പല വ്യായാമങ്ങളുടെയും രാജാവ് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രായമായവർക്കും തുടക്കക്കാർക്കും. രാവിലെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ള ആ നടത്തമുണ്ടല്ലോ, അത് വെറും നടത്തമല്ല, നമ്മുടെ ശരീരത്തിനുള്ള ഒരു റീചാർജിങ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കടല നിന്ന് നടക്കുന്നത് പോലെയുള്ള നടത്തം ആകരുത്. അല്പം വേഗത്തിൽ നടക്കണം. കൈകൾ വീശി ഹൃദയമിടിപ്പ് അല്പം കൂടുന്ന തരത്തിൽ വേണം നടക്കാൻ. അതുപോലെ എയറോബിക്സ് വ്യായാമം ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. എന്താണ് എയറോബിക്സ് എന്ന് നോക്കാം. ശ്വസന പ്രക്രിയ വേഗത്തിലാക്കുന്ന ഏതൊരു വ്യായാമവും എയറോബിക്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. സൈക്ലിംഗ്, നീന്തൽ, അല്ലെങ്കിൽ നല്ലൊരു പാട്ടിന്റെ അകമ്പടിയോടെയുള്ള ഡാൻസ്. ഇത് ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. പാട്ടിനോടൊപ്പം നാം ഡാൻസുകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ബോറടിക്കുകയുമില്ല. കൊഴുപ്പ് കളയാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇന്ന് സ്കൂളുകളിൽ സാധാരണ നടക്കുന്ന സുംബ പോലെയുള്ള ഡാൻസുകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏത് വ്യായാമമാണ് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസവും ചെയ്യാൻ പറ്റുന്ന വ്യായാമം എന്നാണ് അതിൻ്റെ ഉത്തരം. അത് നടത്തമാകാം, ബാഡ്മിൻ്റൺ കളിയാകാം, അല്ലെങ്കിൽ യോഗയാകാം. ദിവസവും ഒരു 30 മിനിറ്റ് നിങ്ങളുടേതായ ഈ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഓർക്കുക, ഇന്ന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തിയില്ല എങ്കിൽ നാളെ അസുഖങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ ഇപ്പോഴേ തുടങ്ങേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വ്യായാമ വിശേഷങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.